ഹായ് വെൽക്കം ഓർ വെൽക്കം ബാക്ക്. ഈ ക്യൂട്ട് മിനി കലണ്ടർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഒരേ സൈസുള്ള കുറച്ച് പേപ്പേഴ്സ് എടുക്കുക. ഏതൊക്കെ മന്താണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഒരു സൈഡ് 10 സെൻറ്റിമീറ്ററും മറ്റേ സൈഡ് 8 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി പോലെ എടുക്കുക. എൻ്റെത് മിനി കലണ്ടർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ കലണ്ടർ പിന്നെ എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതെടുക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റ്സ് ആണ്. കലണ്ടർ ആണല്ലോ, അപ്പോൾ ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സൂക്ഷിക്കുക. ആദ്യത്തെ ഷീറ്റിൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സിമ്പിളാട്ടോ. ഞാൻ A4 ഷീറ്റ് എടുത്തതുകൊണ്ട് തന്നെ ട്രേസ് എടുക്കാൻ പറ്റുന്ന രീതിയിലിരുന്നത്. കാരണം ഒരു കുത്തൊക്കെ ഇട്ടാൽ മതി, അപ്പോൾ നമുക്ക് എവിടെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അടുത്ത അക്കാദമിക് ഇയർ എന്നുള്ള രീതിയിലാണ്. കാരണം ഞാൻ ജൂൺ മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കൂട്ടാം. ആ ഡേറ്റ് ഒക്കെ എഴുതാൻ വിചാരിച്ചിരുന്നത് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുതി വന്നപ്പോൾ സൈഡിലേക്ക് ആയതുകൊണ്ട് ഞാൻ ആ സൈഡിലൊക്കെ കുറച്ച് ഇല്ലസ്ട്രേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ എനിക്ക് മടിയായതുകൊണ്ട് തന്നെ ഞാൻ ജൂൺ മുതൽ നവംബർ വരെ ചെയ്തിട്ടുള്ളൂ. ബാക്കി ചെയ്യണം. ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നവംബർ വരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇതാ ഇങ്ങനെയായിരുന്നു അതിൻ്റെ പേപ്പേഴ്സിൻ്റെ ഇട്ടാ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് വെക്കാനുള്ള സ്റ്റാൻഡാണ്. അതിൻ്റെ മുന്നേ സ്റ്റാൻഡിൽ വെക്കാൻ നമുക്ക് ഒരു ഹോൾ ഇടണം. അപ്പോൾ ഞാൻ പഞ്ചർ വെച്ചിട്ട് 2 ഹോൾസ് അവിടെയും ഇവിടെ ഇട്ട് കൊടുത്ത്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്തോളി. പിന്നെ കമൻസൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അയ്യോ, ഞാൻ എന്ത് പൊട്ടത്തര പറയുന്നത്. ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. തല തിരിഞ്ഞു പോയതാണ്, സോറി. അപ്പോൾ ഇനി സ്റ്റാൻഡിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്തോ ഒരു സ്കിൻ കെയർ വന്ന ബോക്സാണ് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ബോക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനത്തെങ്കിലും ഒരു കാർഡ്ബോർഡ് മതി. പിന്നെ ഞാൻ ഇത് അതേപോലത്തെ ഷേപ്പ് ആയതുകൊണ്ട് സിമ്പിൾ പരിപാടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അത് മറ്റേ സ്റ്റാൻഡ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം അതിലുണ്ട്. അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്ത്. നിങ്ങളതിൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ജേണൽ വീഡിയോസ് പിന്നെ ഹാൻഡ് മെയ്ഡ് ജേണൽ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കണം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി നോക്കുക. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് കൂട്ടണമെന്ന്. കാരണം ഞാൻ എൻ്റെ വീഡിയോ തന്നെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ലാഗായിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് തോന്നുന്നുണ്ട്. ഐ തിങ്ക് അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ചതൊക്കെ മനസ്സിലായില്ലേ, അത് പഞ്ച് ചെയ്യുന്ന സ്ഥലം ഒന്ന് മാർക്ക് ചെയ്തിട്ട് പഞ്ച് ചെയ്യാം. പിന്നെ പഞ്ച് ചെയ്യാൻ ഇങ്ങനത്തെ പഞ്ചർ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് പെന്നേറ്റ് കുത്തിയാലും മതി. ഇതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിംഗ് ടാപ്പ് ആയിട്ടാണ് ഒട്ടിക്കണത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ ഗ്ലൂ ഗണ്ണൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പെയിൻറ് ചെയ്യാം. പക്ഷെ ഞാൻ എടുത്തത് കുറച്ച് ഡാർക്ക് കളറായി തോന്നുന്നുണ്ട്. കുറച്ച് ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു. ആ താഴെയുള്ളത് ഞാൻ ട്രൈ ചെയ്തതാണ്, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ കൂടി പെയിൻറ് ചെയ്തു. പക്ഷെ എന്നാലും അത് കാണുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു റിങ് ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ റിങ്ങിൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഞാൻ കയറിട്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, കയറിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരുടെ അടുത്തും റിങ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി അങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്നാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇടാട്ടോ. ഐ മീൻ ചാനലിലേക്ക് പോയിട്ട് അവിടെ കമ്മ്യൂണിറ്റി എന്നുണ്ടാവും. അപ്പോൾ അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റോ ആർട്ടോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഫോട്ടോസൊക്കെ ഇടാം. അപ്പോൾ പറഞ്ഞ് നമ്മളെ ക്യൂട്ട് ലിറ്റിൽ കലണ്ടർ റെഡിയായി. ഇത് കലണ്ടർ മാത്രമായിട്ട് യൂസ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഡെസ്കിൽ വെക്കാനുള്ള ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയട്ടോ. പിന്നെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ആ ഡേറ്റും പിന്നെ ഇല്ലസ്ട്രേഷനൊക്കെ നല്ല രസത്തിലൊക്കെ ആക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൽ ഏതൊക്കെ മാസങ്ങളുണ്ടെന്ന് കാണണ്ടേ? ഇതാ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ജൂൺ മുതൽ നവംബർ വരെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും ചെയ്യാറുണ്ട്. ഡേറ്റ് മാറാതെ ശ്രദ്ധിക്കണം കേട്ടോ, അതാ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത 2 പേജ് ചെറുതായിപ്പോയി. പക്ഷെ സാരമില്ല. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ബൈ.